ശരിക്കും സർജറി എല്ലാം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറിയ ഏതൊരു ട്രാൻസ്ഫോർമറിനും ഒരു അമ്മയായി ഒരു ഭാര്യയായി ജീവിക്കണമെന്ന് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഇതൊരു വെറും ഒരു കണ്ണീരല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അമ്മയാവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അറിവൊന്നും ഇല്ലായിരുന്നു അവർക്കാർക്കും എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഞാനൊരു ഫിഷർമാൻ, ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു വ്യക്തിയായിട്ട് അവർക്ക് അറിയില്ല ജെൻഡർ എന്താണ്, ട്രാൻസ്ജെൻഡർ എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളല്ല. നമ്മള് ചാന്തവൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല ലൈഫിലുണ്ടായിരിക്കുന്നത്. അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. എന്നെ പോലെ ഒരുപാട് സഹോദരങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ട്രാൻസ് വുമൻസും ട്രാൻസ്മെൻസും ഒക്കെ. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല പൊതുവെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ, നീയും സ്വപ്നം കാണാറുണ്ടോ. ജാൻമണിയുടെ ജാൻമണി എന്റെ ഗുരുവാണ് ശരിക്കും പറഞ്ഞാല്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബോളിവുഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ഫിലിമിന് ബെസ്റ്റ് ആക്ട്രസും സെക്കൻഡ് ഫിലിമും കിട്ടിയിരുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് മുന്നിലേക്ക്, ഈ സിനിമാ വിശേഷം ഞാൻ പങ്കുവെക്കുന്നത് വളരെ സന്തോഷത്തിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു മലയാള സിനിമ റിലീസിന് മുമ്പ് എന്റെ ഡയറക്ടർക്കും അതിൽ അഭിനയിച്ചേക്കുന്ന നായിക്കും എല്ലാവർക്കും കൂടി ചേർത്ത് ഒരു 10-48 നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ് മേടിച്ചൊരു മൂവി ഈ വരുന്ന 6-ാം തീയതി തിയേറ്ററിലേക്ക് എത്താൻ വളരെ പ്രൗഡ് മൊമെന്റ്. എന്തായാലും ആ സിനിമയുടെ പേര് ബട്ടർഫ്ലൈ ഗേൾ 85. എന്തായാലും ആ സിനിമാ വിശേഷവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പൊ ആ ടീം മൊത്തം ഉണ്ട്. അതിന്റെ ഡയറക്ടർ പ്രശാന്ത് ചേട്ടാ നമസ്കാരം. നായികരിക്കുന്നു ശ്രീധന്യ, അതുപോലെ നമ്മുടെ സ്വീറ്റി ബ്രാഡ്. ഒരുപാട് നാളായി പല പല മേഖലയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അൻവർ ബ്രോ, എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അത് അവാർഡുകളൊക്കെ ഇപ്പോഴേ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇത് ആർക്കൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഓക്കെ, വളരെ സന്തോഷം. ആദ്യം ചോദിക്കും, ഇതിൽ ആരാണ് ഈ ബട്ടർഫ്ലൈ? അതൊക്കെ സസ്പെൻസ് ആണ്. ബട്ടർഫ്ലൈ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ March 6 എല്ലാരും കുടുംബത്തോടെ പോയിട്ട് സിനിമ കാണണം. സസ്പെൻസ് പിന്നെ അതൊരു കുറച്ച് ദിവസങ്ങളൊരു സർപ്രൈസ്. അപ്പൊ അതിലെ നായികയും പ്രൊഡ്യൂസറുമായ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ സാരിയും കൊടുത്തിട്ട് അതെ, പറയൂ എന്താണ് ഈ സിനിമ വിശേഷം? പറയൂ, എങ്ങനെയാണ് ക്യാരക്ടറിനെ കുറിച്ച്? ക്യാരക്ടർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കൊച്ചിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അത്ര ഇല്ല, അങ്ങനെ ഒരു ശ്രമമൊന്നും നടത്തിയിട്ടില്ല. അതെ, കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ സെറ്റിലായിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കരുത് തന്നെ. ശരിയാക്കും, കഥ പറഞ്ഞു കൊടുക്കരുത്. എല്ലാം തുറന്നു വേണേ പറയും, കഥ എവിടെ നിന്ന് പറയും. എന്ത് പറഞ്ഞാലും പാരമ്പള്ളിയിൽ നമ്മൾ ധ്യാനത്തിന് പോയി ഉറച്ചു നിൽക്കണം. ഓക്കെ, ഞാൻ ഡയറക്ടറെ ചോദിക്കാം. അങ്ങോട്ട് നോക്കിയിരുന്നേ. മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ഓക്കെ, എന്തായാലും ഓരോ പടം ചെയ്യുന്നത് നല്ലൊരു ഗ്യാപ്പ് എടുത്ത് അത്യാവശ്യം നന്നായിട്ട് അതിനെ കുറിച്ച് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലേക്ക് വന്നപ്പോ എന്താണ് ഈ സിനിമയുടെ ചെയ്തു വന്നേക്കുള്ള ഒരു പ്രത്യേകത? ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ മനുഷ്യർ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ ലൈക്സിനും ഷെയറിനും വേണ്ടിയിട്ടും കമൻസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നമ്മൾ തുറക്കുന്നത് തന്നെ. എത്ര വന്നിട്ടുണ്ട് ലൈക്ക്, എത്ര കമൻസ് വന്നിട്ടുണ്ട്. ഇത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒരു ഐഡൻറ്റിറ്റിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് തന്നെ. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ ഐഡൻറ്റിറ്റിയിൽ കൂടിയാണ്. അപ്പം സിനിമ പറയുന്നത് അതിലപ്പുറത്ത് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ആ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും ഉള്ള ഒരു
ഒരു റിയാലിറ്റി, ആ ഒരു റിയാലിറ്റിയെ ഒന്ന് ആൾക്കാർക്ക് മുന്നിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഫിലിമിലൂടെ ചെയ്തത്. അതാണ് പടത്തിൻ്റെ ഒരു ഒരു കോസ് ഉണ്ട് പടത്തിൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇതിന്റെ കഥ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സീറ്റ് നോക്കി ഇത് ഞാൻ ഇപ്പൊ കാര്യം പറയാൻ ഒരു സീറ്റ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേ, ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല, ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല, മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല, മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. ഇനി ആ ഫോണിൽ പറ, ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല, മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല, ചരൽ ഉരുളുമ്പോൾ മണൽ. ഇനി ഇടയിൽ കയറി നിർത്തിച്ചു ഇത് പണിഷ്മെന്റ് ആണല്ലേ? വളരെ സന്തോഷം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഉണരുമ്പോൾ ഉരുളുമ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല, ഉണരുമ്പോൾ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. എന്തായാലും നമുക്ക് ന്യൂസ് ചാനലിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ആക്റ്റീവായിട്ട് കാണുന്ന ഒരു സിനിമയിലും കൂടി വന്നേക്കും. ഭയങ്കര സന്തോഷം. ഇതിന്റെ 3ാമത്തെ സിനിമയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇവര് ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും എനിക്ക് എന്താ പറയാ, ഇപ്പൊ ധന്യ ആയിക്കോട്ടെ, സാർ ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി സർക്കിൾ തന്നെയാണ്. ഇതിന്റെ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന ഒരു വിജയം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇതിന്റെ കൂടെ വന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ക്രൂവിലിരിക്കുമ്പോ ഐ എം റിയലി പ്രൗഡ്. ബിക്കോസ് ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂവിയിലേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്നെ പോലെ ഒരുപാട് സഹോദരങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ട്രാൻസ് വുമൻസും ട്രാൻസ് മെൻസും ഒക്കെ. പക്ഷേ അതിൽ നല്ലൊരു രീതിയിൽ കുറേ അങ്ങോട്ടെങ്കിലും പോലും സാറിനെ ശ്രദ്ധിക്കുന്ന നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നത് പ്രശാന്ത് സാറും, പിന്നെ ഇതിന്റെ അണിയറ പ്രധാന്യ അവരെല്ലാവരും എന്നോട് ഒരു ഡിസ്ക്രിമിനേഷൻ കൂടാതെ, അതിപ്പോഴല്ല, നമ്മൾ ലോങ് ബാക്ക് ആണ് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. എനിക്ക് തോന്നുന്നു സർ കോവിഡ് സമയത്തൊക്കെ അല്ലെ, കോവിഡ് ആ സമയത്ത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു പീക്ക് ടൈമിൽ പോലും നന്നായിട്ടാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സിനിമയിൽ എന്റെ കഥാപാത്രത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവര്. അല്ലാതെ വെറുതെ വന്നു പോയി ഉള്ളൊരു മാത്രമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കഥകളും ഇങ്ങനെയുള്ള മൂവികളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കും അവസരം തരുന്നതിൽ അതൊരുപാട് കടപ്പാട് തന്നെയാണ്. അതെന്ന് വെച്ചാൽ മാറ്റങ്ങൾക്ക് ഒരുപാട് തുടക്കം കുറിക്കും സത്യം പറഞ്ഞാൽ. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല പൊതുവെ. ഇതിപ്പോ എന്റെ 3ാമത്തെ സിനിമയാണ് ശരിക്കും. റിലീസിന് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഇതാണ് ശരിക്കും. പക്ഷേ റിലീസ് ആയത് ഇതൊക്കെ മുന്നേ 2ാമത്തെ സിനിമ 2 സിനിമകൾ മുന്നേ റിലീസായിരുന്നു. ഒന്ന് അച്ഛനൊരു വാഴ വെച്ചു, പിന്നെ ദാസേന്റെ സൈക്കിൾ. ഇപ്പൊ 3ാമതാണ് ഈ ഒരു സിനിമ. ഇനിയും 2 സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. ഒന്ന് അങ്ങനെ പേര് ഞാൻ പതുക്കെ പറയാം, എല്ലാം പറയണ്ട. മാറ്റി നിർത്തപ്പെട്ട ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ശരിക്കും നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ ഒരു ചാനലിന്റെ തലപ്പത്തിരുന്ന് ന്യൂസ് വായിച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. വളരെ പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്. പക്ഷേ അത് മാത്രമല്ല, ഒരു ചാനലിലൂടെ മാത്രമല്ല, ഒരു അഭിനേത്രി ആയിട്ടുള്ള കഴിവും സാർ ഓൾറെഡി എന്നെ ഈ ഒരു കഥ പറഞ്ഞപ്പോഴും സാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല പ്രശാന്ത് സാർ പറഞ്ഞു തന്നത്. തന്നെയാണെങ്കിലും കൂടെ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിയേറ്റർ പെർഫോം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ പെർഫോമർ ആണ്. ട്രാൻസ്ജെൻഡർ തിയേറ്റർ പെർഫോം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിലൂടെ പഠിച്ചു വന്ന വ്യക്തിയാണ്. മഴവിൽ ധ്വനി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ തിയേറ്റർ പെർഫോമർ ആയിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു സ്കില്ലുള്ളത് കൊണ്ടും അവിടെയും ഞാൻ കൃത്യമായിട്ട് അവിടെ ചെയ്തിരുന്ന പല വേദികളിലെയും കഴിവുകൾ കൊണ്ടാണ് സിനിമയിലേക്കുള്ള ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്. പക്ഷെ എനിക്ക് സാറ് പെട്ടെന്നാണ് എന്നോട് ഇന്ന കോസ്റ്റ്യൂം ഒന്ന് അഴക്കാൻ പറഞ്ഞു. പെട്ടെന്നായിരുന്നു സാറ് വന്ന് പരിചയപ്പെട്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജിമ്മിലൂടെയുള്ള പരിചയമൊക്കെ ആയിരുന്നു. അങ്ങനെ സാർ പറഞ്ഞു സ്വീറ്റിക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റും ഉള്ള കോൺഫിഡൻസ് സാറ് തന്നിരുന്നു. അതുപോലെ തന്നെയാണെങ്കിലും ഓൾ ക്രൂ, എൻ്റെ ക്രൂ തന്നിരുന്നു. എനിക്ക് തന്നത് ഒരു അവസരം മാത്രമല്ല ഈ സിനിമയിൽ തന്നത്, അതിലുപരി ഒരു ഞാൻ പറഞ്ഞല്ലോ മെജോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരല്ല ഞാൻ പറഞ്ഞു, മെജോറിറ്റി മാറ്റി വെച്ച് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം, എത്ര സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളൊരു ഈ ഒരു ക്രൂവിനും മൂവി ടീമിനും ഹാർട്ട്ലി കൺഗ്രാജുലേഷൻസ് പറയാൻ. അത് ബട്ടർഫ്ലൈ 85-ന് അത് വലിയൊരു ഡെഡിക്കേഷൻ തന്നെയാണ്. അതിന്റെ ഒരു താങ്ക്സ് ഞാൻ പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. നമ്മളിത് ജെൻഡർ ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ വൈകാരികമായിട്ടാണ് കാണുന്നത്. മനുഷ്യരും അതിനകത്ത് ജെൻഡറൊക്കെ സെക്കൻഡറി മാത്രമാണ്. അപ്പം സിനിമയിൽ പോലും ഒരു പ്രധാനപ്പെട്ട രംഗമുണ്ട്. അപ്പോൾ ആ രംഗത്തിൽ ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിന് ഒരു അമ്മ അവരെപ്പോഴും ജീവിതത്തിൽ ലാക്ക് ചെയ്യുന്നതാണ് അമ്മയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ശരിക്കും ഒരു ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇപ്പം സ്വീറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഒരു അമ്മ പോലെ അവിടെ ഉണ്ടാവുന്നത്. തായി എന്ന് പറഞ്ഞൊരു പശ്ചാത്തല സംഗീതമൊക്കെ ഉണ്ട് അതിമനോഹരമായിട്ട്. അപ്പം നമ്മൾ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മനുഷ്യരാണ് പ്രധാനം, ജെൻഡറോ മതങ്ങളോ മറ്റൊന്നും അല്ല എന്നുള്ളൊരു സംഗതി. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊരു സീക്വൻസിൽ ആക്ച്വലി എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഫീൽ തന്നെ ഉണ്ടായി. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളും പറയുമ്പം പല കാര്യങ്ങളിലും മാറ്റി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും സ്വീറ്റിൽ നിന്ന് എനിക്ക് ആ ഒരു ഫീല് കിട്ടി. അല്ല, നമ്മളിത് വെറുതെ തള്ളു പറയല്ല കേട്ടോ, കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. നമ്മൾ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. ബിക്കോസ് ഒരുപാട് ട്രാൻസ്ഫോർമൻസ് ഉണ്ട് ലൈഫിൽ. ഇല്ല, ഇറ്റ്സ് എ ഫീൽ മീൻസ് ഞാനത് ആലോചിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇറ്റ്സ് എ ഫീൽ മീൻസ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അമ്മയാവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ഈവൻ ഇന്ന് പോലും ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കും. ബിക്കോസ് ഇതൊരു ഫീലാണ്. ആ ഒരു ഫീല് ആ സിനിമയ്ക്ക് തരാൻ സാധിച്ചു. ആ ഒരു അഭിനയിച്ച സമയത്ത് ഞാൻ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട്. പല വ്യക്തികൾക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് അത് അറിയാത്തില്ലാത്ത, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അഭിനയിക്കുകയാണ്, ആക്ട് ചെയ്യണം. അങ്ങനെയല്ല. ശരിക്കും സർജറി എല്ലാം കഴിഞ്ഞ, അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറിയോ ഏതൊരു ട്രാൻസ്ഫോർമേഷനും ഒരു അമ്മയായി ഒരു ഭാര്യയായി ജീവിക്കണമെന്ന് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഇതൊരു വെറും ഒരു കണ്ണീരല്ല. ശരിക്കും ആ ഒരു ഫീൽ സിനിമയിൽ നിങ്ങൾ ഭാഗം മനസ്സിലാക്കും. വളരെ നന്നായി അതിനെ ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളമാണ് സെർച്ച് തന്നിരിക്കുന്നത്. നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന വലിയൊരു മെസ്സേജാണ് അതിലൂടെ ഈ സിനിമ മൊത്തം. തീർച്ചയായിട്ടും ഒരു കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു 10 വർഷം ബാക്കോട്ടാണെങ്കിൽ പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഗ്രഹവും നടക്കും. വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ആഗ്രഹവും നടക്കും. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരാളൊന്നും ഉള്ള ആളല്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. ട്രെയിലറിൽ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ ഇവിടെ ഒരാൾ ഇതിനെ പതുക്കെ ഇരിക്കാറുണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, അൻവറോ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നായികയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിൽ ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടി ഉണ്ടാവില്ലേ, അതേപോലെ എനിക്ക് അത്ര തോന്നുന്നു. ഞങ്ങള് പിന്നെ അങ്ങനെ അധികം സംസാരിച്ചിട്ടില്ല. ഇതത്ര നിഷ്കളങ്കനല്ല കുട്ടി. ഞങ്ങളധികം സംസാരിച്ചിട്ടില്ല. അന്ന് പണിഷ്മെന്റ് കൊടുക്കൂ. അല്ല, അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ ഒരു ത്രൂ ഔട്ട് ഉണ്ട് പടത്തില്. എല്ലാ കാര്യത്തിനും കൂട്ട് നിൽക്കുന്ന ഒരു ആളായിട്ട്. ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയുകയാണ്. ബോളിവുഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഫിലിമിന് ബെസ്റ്റ് ആക്ട്രസും സെക്കൻഡ് ഫിലിമും കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ലഗാനകത്തേക്കുള്ള അഖിലേന്ദ്ര മിശ്രാജി വില്ലൻ ഒരു ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പുള്ളി അൻവറിനെ അഭിനന്ദിച്ചു. എൻ്റെ അടുക്കൽ വന്നിട്ട് 3 പ്രാവശ്യമാണ് പുള്ളി പറഞ്ഞത് ഈസ് എ ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് ഒരു സാധ്യത കാണുന്നു. 4 അവാർഡ് സ്പോട്ടിൽ കിട്ടിയെന്ന് വിചാരിച്ചു. അതെ, ആ ഇവന്റില് അത് ശരിക്കും ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി നിങ്ങൾ എല്ലാവരെ കുറിച്ച് എല്ലാവരും സംസാരിക്കും, ഉറപ്പാണ്. കാരണം ഇത്ര അധികം ആൾക്കാർ ഇത്ര നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം, ഇതിന്റെ ഒരു ബട്ടർഫ്ലൈ, നമുക്ക് ആ പാട്ടിൽ ഇതിലൊക്കെ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നു നടക്കുന്നത്. ആ കുഞ്ഞു ബട്ടർഫ്ലൈനെ വേഗം പിടിച്ചു പോയിട്ട് ഇവിടെ എവിടെ ഉണ്ട്. ചെറിയൊരു സർപ്രൈസ് പോലെ വെച്ചതാ. എവിടെ നമ്മുടെ ബട്ടർഫ്ലൈ? എവിടെ സാറ് ബട്ടർഫ്ലൈക്ക് സൈഡിലേക്ക് ഇറങ്ങി നെഞ്ചത്തെ ഇറങ്ങും വെച്ചോണ്ടല്ലോ. ഹായ്, എന്താ പേരൊന്നും കൂടി പറഞ്ഞേ? ഋഷിക കൃഷ്ണ. ആരെ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ആക്കി തന്നെ? ഏതാ അനീന? ഞാൻ എന്റെ അമ്മേനെ ഉണ്ണിന്നാ വിളിക്കുക. ഇതാണല്ലോ ഉണ്ണി. ആ, ശരിയാക്കി തരാം. അച്ഛനെന്താ വിളിക്കുന്നത്? അച്ഛൻ. ഞാൻ വെച്ച് കുട്ടാന്നോ കണ്ണാന്നൊക്കെ ഇരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, ലാളിത്യം തോന്നും അല്ലേ? അടിപൊളി, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ കാരണം കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് കിട്ടിയത്. ആളിങ്ങനെ ഇരിക്കണം നോക്കുന്നുണ്ട്. ചെറിയ പുലിയാണ്, പുലി.
സ്കൂളിൽ പോവാതെ തന്നെ ഒരു സ്കൂളിൽ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാർ അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. ഇത് ആരതൊക്കെ പഠിപ്പിച്ചെന്നെ? അത് ഉണ്ണി. സർവം ഉണ്ണി. അത് തന്നെ. ഇപ്പൊ അല്ലെ ഉണ്ണിക്ക് ഉണ്ണിക്കല്ലേ ഉണ്ണി അമ്മ പിന്നെ നമ്മള് ചിന്തിക്കാം. ഓക്കെ, എല്ലാ ഉണ്ണിയാണ് പഠിപ്പിച്ചെന്നെ. ഉണ്ണിക്ക് എന്തൊക്കെയോ ശ്ലോകമൊക്കെ മനപ്പാടം പഠിച്ചില്ലേ? നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മള് ഈ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ എന്റർടൈനർ ആരായിരുന്നു? ഫുള്ള് നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ? അത് ചേച്ചമ്മൊക്കെ രസമുണ്ടായിരുന്നു. ചേച്ചിമാരാ? എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക സിനിമ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടിട്ട്. മോളുടെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു അതിനകത്ത്? എന്താണ് ചേച്ചിയമ്മയുടെ ചെറുപ്പായി. ചേച്ചിയമ്മയാണോ? ചേച്ചിയമ്മയാണോ? അതോ ഹീറോയിനാണോ? ഓക്കെ, നമ്മളൊരു കുഞ്ഞു ബട്ടർഫ്ലൈ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ബാക്കി ആൾക്കാര് എല്ലാം സ്ക്രീനിൽ കാണട്ടെ. കൊച്ചിന് ഇപ്പൊ തന്നെ ടെൻഷനായി. പക്ഷേ മോള് നന്നായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല രീതി തന്നെയാണ്. അത് ഓരോ പ്രേക്ഷകർക്കും അത് ഇഷ്ടത്തിന് അത്രയും നന്നായിട്ട് മനസ്സിലേക്ക് കയറ്റും. അത്രയും നന്നായി നമ്മൾ ശരിക്കും അത് കാണുമ്പോ മനസ്സിലാവും. ഇറ്റ്സ് സസ്പെൻസ്. ഓക്കെ, പറയണോന്നാണ് പറയില്ല മോനെ. ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കാ പോരട്ടെ. പറയണോ? ഞാൻ മാക്സിമം കുറച്ച് എന്തായാലും ഋഷികുട്ടീനെ ഞങ്ങളെല്ലാരും സ്വാഗതം ചെയ്യാം മലയാള സിനിമയിലേക്ക്. ഓക്കെ, കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ തകർക്കാം കേട്ടാ. ഓക്കെ, ഇവിടെ തൊട്ട് ഞങ്ങൾ ഇനി കാണാൻ പോവാ ഋഷികുട്ടിയുടെ വളർച്ചയൊക്കെ. എന്തായാലും ഇപ്പൊ നമ്മള് ഇത് തിയേറ്ററിലേക്ക് വരികയാണ്. നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്കിപ്പോ ചെറിയൊരു ടെൻഷനായി. അത് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാനാ. 10-68 അവാർഡുകൾ, നാഷണൽ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇനി ഇതൊരു അവാർഡ് പടമാണെന്ന് വിചാരിക്കും. ഡയറക്ടർ പറയൂ, അതിനെ കുറിച്ച് പറയൂ. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. ഇതിൽ പറയുന്ന ഇതിൻ്റെ ഒരു ആശയം, ഒരു കോർ ഐഡിയ ശരിക്കും ഒരു ഗ്ലോബലി നമുക്ക് ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന, അവർക്ക് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏത് രാജ്യക്കാരായാലും ഏത് ഭാഷക്കാരായാലും അവർക്ക് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റ്, ഒരു കോർ എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് ഫെസ്റ്റിവൽ സർക്കിളിൽ നന്നായിട്ട് പോയത്. ബട്ട് ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഫിലിം. ഇതിൽ സോങ്സ് ഉള്ള സിനിമയാണ്, അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സിനിമയാണ്. സോ കോൾഡ് അക്കാഡമിക്സ് ഫിലിംസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അക്കാഡമിക് ഫിലിമിൻ്റെ ഒരു നേച്ചർ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ലോങ് ഷോട്ടുകളും കൂടുതൽ ദൈർഘ്യം കൂടിയ ഷോട്ടുകളും. അതെ അതെ വേൾഡിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തേക്കുന്ന ക്യാമറയാണ്. ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ കാനൺ R5C. ഇപ്പം അവർ തന്നെയാണ് നമുക്ക് കൂടുതലും കൊളാബറേഷൻസ് ഒക്കെ നമ്മളിപ്പം അവരുമായിട്ട് പോയിട്ടുണ്ട്. പല ഇവൻറ്റുകളാണെങ്കിലും ഇപ്പം നമ്മളൊരു പ്രീമിയർ ചെയ്തു, ആ പ്രീമിയർ പോലും അവരാണ് നടത്തിയത്, കോർഡിനേറ്റ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറയാണ്. അതെ അതെ അതെ. ഇപ്പം ഒരുപാട് ഫീച്ചേഴ്സും ഇപ്പം വെബ് സീരീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം എവർ ഷോട്ട് ഇൻ കാനൺ R5 ഈസ് ബട്ടർഫ്ലൈ. അതുപോലെ പ്രൊഡ്യൂസറോട് ഞാനൊരു ചോദിച്ചോട്ടെ, ഒരു നടിയായിട്ടല്ലേ, പ്രൊഡ്യൂസർ ആയിട്ട് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കുറെ ആൾക്കാരുണ്ട് ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്തേക്കുന്നത്. മേക്കപ്പ് ആയാലും ഒരു പ്രൊഡക്ഷൻ ബോയ് ആണെങ്കിലും എല്ലാ സിനിമ ഒരു ടീം വർക്കാണ്. അവരെ കുറിച്ച് നമ്മൾ പറയാതിരിക്കരുത്, കാരണം അവരുടെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടാണ് സിനിമ. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇപ്പം സ്വീറ്റി പറഞ്ഞ പോലെ ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. കോവിഡ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. പിന്നെ എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്നു. ഇതിൻ്റെ കോണ്ടൻ്റാണ് ഇത് സിനിമയുടെ മെയിൻ. അപ്പോൾ ആ കോണ്ടന്റ് ഇഷ്ടപ്പെട്ട് കൂടെ കേട്ട് ഓക്കെ പറഞ്ഞ് വന്ന ആളുകളായിരുന്നു കൂടെയുള്ള എല്ലാവരും. എഡിറ്റർ സുനീഷ് ഏട്ടനായാലും, പിന്നെ മ്യൂസിക് എസ്പെഷ്യലി ആനന്ദ് മധുസൂദനൻ പുള്ളിയാണെങ്കിലും, പിന്നെ 2 പാട്ട് പേരങ്ങി. പിന്നെ സിത്താര ചേച്ചി പാടിയ പാട്ട് ശ്രീനാഥ് അത് കണ്ടു അല്ലേ? അത് കണ്ടു, ഇന്ന് റിലീസായപ്പോ തന്നെ കണ്ടു. നമ്മളാണ് തുടക്കത്തിൽ അങ്ങനെയല്ല, ആദ്യത്തെ ലൈക്ക് എന്റെ കമന്റോ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതാ. എല്ലാം അത് നിങ്ങളുടെ ആരുടെ ഫോണിൽ നിന്ന് ഞാനത് കണ്ടേ. നേരെ കമന്റ് പോലെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് കണ്ടോളാം. കാണും. ഒരു മിനിറ്റ്, ഈ ചെറുതിനോട് കാര്യം ചോദിക്കട്ടെ,
ബുക്കുകൾ വായിക്കാറുണ്ട് അല്ലേ? ആ. നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഏറ്റവും വലിയൊരു ബുക്ക് വായിച്ചു തീർത്തേക്കുന്ന ഏതാ? ഹാരി പോട്ടറുടെ 5ാമത്തെ ബുക്ക്. ആണല്ലേ? 5 സീരീസും കഴിഞ്ഞു. 5 സീരീസും കഴിഞ്ഞു. അല്ല, എല്ലാ സീരീസും കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹാബിറ്റ് ബുക്സ് വായിക്കുന്നതാണ്. മിടുക്കിയാണ്, മിടുക്കി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാ വായിച്ചതിൽ? ഇപ്പൊ ഇഷ്ടപ്പെട്ട വെച്ച അഗതാർലിയുടെ സീരീസാ. പേര് പറ. Title of the book. സിൽവർ സെർപെന്റ്. ഓ, ഇതാരാ ബുക്കൊക്കെ മേടിച്ചെന്നെ? ഉണ്ണി. പിന്നെ അച്ഛനൊക്കെ. അച്ഛനൊരു റോള് കിട്ടി. ഹാരി പോട്ടറൊക്കെ വാങ്ങിത്തന്ന അച്ഛനായിരുന്നു. അച്ഛനാണ്. ഓക്കെ. നമുക്ക് അഭിനയിക്കാൻ ഒരു കഴിവുള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞതാരാ? അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് ആരോട് ആദ്യം പറഞ്ഞത് ആരോടാ? അങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ ഓർമ്മയില്ല. അങ്ങ് സാഹചര്യങ്ങൾ എന്നെ ഒരു നടിയാക്കി മാറ്റി. ഓക്കെ. സിറ്റി, നല്ല കുറെ കഴിവുകളുണ്ട്. അതെ, ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്വീറ്റിയുടെ പാട്ട് അത് കേൾക്കാതിരിക്കരുത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും കൂടി ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്നോട് ആരോ പറഞ്ഞു. അടുത്ത പണി. നമുക്ക് ശരിക്കും പറഞ്ഞാല് പാട്ട് അതൊരു നല്ലൊരു കലയാണല്ലോ. പാട്ട് അത്യാവശ്യം പാടും. പക്ഷേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടാം. നിങ്ങൾ എല്ലാവരും കൂടി കൂടി തന്നാൽ അറിയാം, പാടാം, ഉറപ്പായിട്ടും പാടാം. ഒരിക്കലില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വർണ്ണ ബുക്കിലെ സ്വർണ്ണ ബുക്കിലാണല്ലോ ഹിറ്റ്. പണിഷ്മെന്റ് ആർക്കാണോ? ഓഡിയൻസിനാണോ നമുക്കാണോ? നമ്മൾ ഇഷിതയുടെ ഒരു ശ്ലോകം, ഇഷിത നന്നായി ശ്ലോകം ഒക്കെ ചെല്ലും. അപ്പൊ കുറച്ചൊന്ന് നമുക്ക് ഇതാകാം. കിങ്ങിണിന്നാ വിളിക്കുക അവളെ. കുഞ്ഞെ പോഷൻ പാടത്തെ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ചേതനേദ്യഭിധീയതേ നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഓ, മിടുക്കി കുട്ടി. നമോ നമ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പഠിക്കില്ല. അത് നമ്മൾ പഠിച്ചു. എല്ലാം പഠിപ്പിക്കാൻ നോക്കിയാൽ പോലും തലേ കയറില്ല. രസമായിട്ടാ. ഇതൊക്കെ തന്നെ ഇരുന്ന് പഠിക്കുന്നതാണോ? കേട്ടിട്ടില്ല. എനിക്ക് ബുക്ക് വായിക്കുന്നു പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോയി മോളോട്. ബുക്ക് വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എന്താണ് വരയ്ക്കാനും ഇഷ്ടമാണ്. എനിക്ക് പടമൊക്കെ വരച്ചു തരണം അവിടെ പോകുന്നതിന് മുമ്പ്. ഓക്കെ. ഞാൻ എന്താണ് ഇങ്ങോട്ട് വരുന്ന ദിവസം സ്ട്രേഞ്ചർ തിങ്സ് മാക്സ് ഇല്ലേ, അത് സീസൺ 4 പറക്കണ എന്താണ് വരച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നാട്? എവിടെയാ ശരിക്കും? ബോംബെയിലാണ്. പിന്നെ ഇങ്ങനത്തൊക്കെ വന്നപ്പോ ഒന്ന് നാട്ടിക്ക് വന്നതാ. നാട്ടില് അമ്മയുടെ വീട് അടപ്പാള്, അച്ഛന്റെ വീട് അന്തിക്കാട്, തൃശ്ശൂർ ഭാഗത്ത്. തൃശ്ശൂരും എടപ്പാളും എല്ലാം കൂടി ബോർഡറാണ്. മലപ്പുറം തൃശ്ശൂർ ബോർഡറാണ്. ഇവിടെ നിൽക്കാനാണോ ബോംബെയിൽ നിൽക്കാനാണോ ഇഷ്ടം? ബോംബെയില് ഷിഫ്റ്റ് ചെയ്യുമ്പോ ബോംബെയിൽ നിൽക്കാനോ സാഹചര്യത്തിനൊത്ത് നിൽക്കാൻ അറിയാം. നാട്ടില് പച്ചപ്പൊക്കെ കാരണം നിൽക്കാൻ പച്ചപ്പ് ഹരിതാപ. ഹിന്ദിയൊക്കെ നന്നായി സംസാരിക്കാൻ അറിയോ? ഹിന്ദിയൊക്കെ കുറച്ചായിട്ട് അറിയാം. ഓക്കെ. എന്തായാലും കൊള്ളാട്ടോ. എനിക്ക് കുറെ കഴിവുകളുണ്ട്. ഈ സ്കൂളിൽ പോവാതിരിക്കുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോള് സ്കൂളിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ? പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അപ്പൊ നമ്മൾ വായിച്ച ബുക്കുകളുടെ കാര്യം പറഞ്ഞു കൊടുക്കും അല്ലേ? അതെ. ഓക്കെ, നമുക്കൊന്ന് സിനിമയിലേക്ക് വരാം. ഇപ്പൊ ഇത് ഏത് തരത്തിലുള്ള ഓഡിയൻസിനാണ് പെട്ടെന്ന് കണക്ട് ആവുന്നത്? നമ്മൾ ചില സിനിമകൾ പറയും ഇത് യൂത്തിനുള്ള പടമാണ്, ഇത് ഫാമിലി ഓഡിയൻസ് ആണ്, ഇത് മിക്സറാന്നൊക്കെ പറയൂലേ. നമ്മൾ ഏത് തരത്തിലുള്ള ഓഡിയൻസിനാണ് ഈ സിനിമ കണക്ട് ആവുക? ഇത് ബേസിക്കലി ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് ഇതൊരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയും, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഏത് ജോണറാണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് ഫിലിമാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് ആണ്. ഒരു സ്ത്രീയുടെ ഒരു ടോട്ടൽ അവരുടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് സിനിമ പറയുന്നത്.
അതൊരു പ്യൂപ്പ ഒരു ബട്ടർഫ്ലൈ ആയി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ ആലങ്കാരികമായിട്ടൊക്കെ പറയാം. പക്ഷേ ഇതിനൊരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാലഘട്ടം ഇപ്പം ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസിലി റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കാരണം ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു കാര്യവും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രോമയും ആ ട്രോമ എങ്ങനെ അവർ അതിജീവിക്കുന്നു എന്നുള്ളതുമാണ് സിനിമയുടെ ഒരു ആർക്ക്, ഒരു ക്യാരക്ടർ ആർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ അത് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സിനിമയിൽ നമ്മൾ പറയാൻ അതെനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ അത് ഈസിലി ദേ ക്യാൻ റിലേറ്റ്. അതായത് കുട്ടിക്കാലത്ത് നടക്കുന്ന ഒരു സംഭവമുണ്ട്. കുട്ടിക്കാലത്ത് ഉണ്ട്. അതായത് അപ്പോൾ എല്ലാ പാരന്റ്സിനും കണക്ട് ആവും. അതെ അതെ, മനുഷ്യർക്കും കണക്ട് ആവും. അതായത് ഇത് സ്ത്രീ മാത്രമല്ല, ഇത് പുരുഷനും ബാധകമായിട്ടുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ 1-2 ഫെസ്റ്റിവൽസിൽ കാണിച്ചപ്പോൾ അവിടുത്തെ സ്കൂൾ ടീച്ചറുകൾ, ആ സ്കൂൾ ടീച്ചേഴ്സ് പോലും നമ്മളോട് പേഴ്സണലി ആവശ്യപ്പെട്ട 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടീച്ചേഴ്സും നമ്മളോട് പേഴ്സണലി ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ സിനിമ സ്കൂൾസിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞു. അവയർനെസ്. കാരണം എങ്ങനെയാണ് ആ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആക്ച്വലി സിനിമ പറയുന്നുണ്ട്. അപ്പോൾ അവരത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പം അതിനുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ നമുക്ക് എല്ലാ സാഹചര്യവും നമ്മൾ തരണം ചെയ്യണം. നമ്മൾ ജീവിച്ചെടുത്ത സാഹചര്യങ്ങളിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവാത്തത്, ആരൊക്കെ നമുക്ക് പണി തരും, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ മരണം വരെ നമ്മൾ നെഞ്ചും പിരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ പലതും ഫേസ് ചെയ്യണം. എല്ലാം സ്ട്രോങ്. സീറ്റിനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് പലതരത്തിലുള്ള ആൾക്കാരുടെ വിമർശനങ്ങളും എല്ലാം നേരിട്ട് വരുന്നതാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അനുഭവങ്ങളുള്ള സീറ്റ് അതെല്ലാം തരണം ചെയ്ത് വന്നിട്ടുള്ള ഇതെല്ലാം തട്ടി മാറ്റി നെഞ്ചു പിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷപ്പെട്ട എന്താ പറയുക, ഈ വീഴ്ചയിൽ നിന്നൊക്കെ നമുക്കൊന്ന് തട്ടി മാറ്റി എഴുന്നേറ്റ് ഒരു ധൈര്യം വരില്ലേ? ആ ധൈര്യം എങ്ങനെ നമ്മൾ ഉണ്ടാക്കേണ്ടത്? സെൽഫ് കോൺഫിഡൻസ്. പ്ലീസ് നമ്മളെ പരിഗണിക്കുന്ന ആൾക്കാർ പരിഗണിക്കട്ടെ, അവഗണിക്കുന്ന ആൾക്കാർ അവഗണിക്കട്ടെ. ബിക്കോസ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ പോവുക, സെൽഫ് ലവ് ചെയ്യുക മീൻസ് എനിക്ക് കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ജെൻഡർ ബേസ്ഡ് ആണെങ്കിലും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സർ എനിക്ക് ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു നെയിം അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് തന്നത് ഈ ഒരു ടീമാണ്. സത്യം പറഞ്ഞത് അതിൽ ഞാൻ ഈ ഒരു ക്രൂവിൽ വർക്ക് ചെയ്ത സമയത്ത് പോലും അത്രയും ബട്ടർഫ്ലൈ ഗേളിനോട് ഗ്രാറ്റിറ്റ്യൂഡാണ് സത്യം പറഞ്ഞത്. ഒരു അഡ്രസ്സാണ് തന്നത്. സത്യം പറഞ്ഞത് എന്റെ ലൈഫിലേക്ക് എനിക്കൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു തുടക്കം ഈ ഒരു ഫിലിമിലൂടെയാണ് എന്റെ തുടക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും ഓവർകം ചെയ്യാൻ സാധിക്കും. സെൽഫ് ലവ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ സുഹൃത്ത് ബന്ധം കൂടെ നിൽക്കുന്ന ഒരു സിസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ക്യൂർ വ്യക്തിയോ ആയിക്കോട്ടെ, നമ്മളെ കുറ്റപ്പെടുത്താം. നമുക്കറിയത്തില്ല അവരിപ്പോ എത്രത്തോളം ലോങ് ലാസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ മറ്റൊരു നാളിൽ കുറ്റം പറയുമോ. പക്ഷെ എവിടെ പോയാലും നമ്മൾ താങ്ങായി തണലായി നിൽക്കുന്ന ഏതൊരു വശത്താണെങ്കിലും റൈറ്റും ലെഫ്റ്റും ഉണ്ടാവും. ആ ലെഫ്റ്റ് പോയാലും റൈറ്റ് നിന്നേ പറ്റൂ. അപ്പൊ അവിടെ ഒരു സ്ട്രോങ്ങും അങ്ങനത്തെ ഒരു മെന്റൽ ഹെൽത്തും നമ്മൾ എപ്പോഴും ആഡ് ഓൺ ചെയ്ത് വെക്കുക. എന്റെ ലൈഫിൽ നേരിട്ടൊരു കാര്യം, ബിക്കോസ് എന്റെ പാരന്റ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് 9th സ്റ്റാൻഡേർഡ് പഠിച്ച സമയത്ത്. അതൊക്കെ വലിയ സ്റ്റോറിയാണ്, അത് ഞാൻ പലയിടത്തും ഒക്കെ അത് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു ഹോപ്പ് ഉണ്ട് ലൈഫിൽ, എവിടെയെങ്കിലും നമ്മൾ എത്തിപ്പെടും. അത് ജെൻഡർ സാറ് പറഞ്ഞ പോലെ ജെൻഡർ അല്ല അവിടെ, അതൊരു സിസ്ജെൻഡർ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും ജീവിക്കാനുള്ള ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ധന്യ വളരെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നായിക കഥാപാത്രത്തിന് അത്രയും ജീവൻ കൊടുത്തിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ ഗേൾ. കണ്ടാൽ അത് ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് മാത്രമല്ല, ഈച്ച് ആൻഡ് എവ്രിബഡി അതിൽ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ ഒരു ടീം വർക്ക് ആണെങ്കിലും ഇപ്പൊ മോളാണെങ്കിലും അത് ചെയ്തൊരു ഇതിന്റെ നമ്മൾ എല്ലാം കണ്ടിട്ടുള്ളതാണ്, പ്രിവ്യൂ ഷോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അറിയാം കഥ എന്താന്ന്. ഇതെല്ലാം കാത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും. പ്രശാന്ത് സാർ ആയിക്കോട്ടെ, ധന്യ ആയിക്കോട്ടെ, അൻവർ ആയിക്കോട്ടെ, എൻ്റെ മോളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഇതിന്റെ ഭാഗത്തുള്ള ഒരു ടീം വർക്ക് അത് ഒരു വലിയൊരു എഫേർട്ട് തന്നെയാണ്. അവരെല്ലാവരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾക്ക് വന്നത് ശരിക്കും പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള എഫേർട്ടുകൾ നമ്മൾ കടന്നു വരുമ്പോഴാണ് നല്ല വിജയം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നതിൽ സ്വീറ്റിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ, പണ്ട് നമ്മളെ എവിടെ എത്തില്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ പുറകിലുണ്ടാവും.
അവരോടൊന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പും ഇല്ല. അവരോടൊരു ചെറിയ പുഞ്ചിരി, അവർ കാണട്ടെ. ഇതെല്ലാം എല്ലാ വിജയത്തിനും എപ്പോഴും ഒരു പരാജയത്തിനും ഒരു വിജയം ഉണ്ടല്ലോ. അപ്പോ അതനുസരിച്ച് നമുക്ക് പരിഗണിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അവരുടെ ആരോടും റിവെഞ്ച് ഇല്ല നമുക്ക് ആർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മളിനി സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് പലതും പറയാൻ വരുന്നുണ്ട്. സീറ്റുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, സിനിമ കാണാൻ അല്ലെങ്കിൽ ഇത് ഇറങ്ങുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ കാറ്റഗറിയിലെ ആളുകൾക്ക് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എല്ലാ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, സ്വയം ഒരു ബോധവാന്മാരായിരിക്കുക. ഓരോ സെക്കൻഡിലും 100 മനുഷ്യരാണ് ഇതിൻ്റെ ഒരു പെയിനിൽ പെട്ടുപോകുന്നത്. അപ്പം ആ ഒരു അങ്ങനെ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ, ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സംഭവിച്ചാൽ തന്നെ ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ് എന്ന് കരുതി നമ്മുടെ ലൈഫിൽ മുന്നോട്ട് എവിടെയും ഒരു ബ്ലോക്ക് വരുന്നില്ല എന്ന് ആണ് ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അതിലേക്ക് ഈ സിനിമ ഒരു സഹായമായിരിക്കും. മാത്രമല്ല, ഇപ്പം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ സിനിമയെന്നോ സ്ത്രീ ശാക്തീകരണ സിനിമയെന്നോ ഒക്കെ നമ്മൾ പലതിനെ വിളിക്കുമെങ്കിലും നമ്മൾ ഭയങ്കര ശാക്തീകരണമല്ല, ശാക്തീകരണം ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഒരു സ്ത്രീ അവൾ ശാക്തീകരിക്കപ്പെടുന്ന അവളുടെ മനസ്സുകൊണ്ട് തന്നെയാണ്. അവളുടെ ഒരു എംപവർമെൻ്റ് ഉണ്ട്, സെൽഫ് എംപവർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു എംപവർമെൻറ്റ് നമ്മൾ സിനിമയിൽ പറയുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പം പുരുഷനൊപ്പമോ അല്ലെങ്കിൽ മറ്റ് ഇതര ജെൻഡറുകൾക്കൊപ്പമാകണം എന്നുള്ളൊരു രീതിയല്ല സിനിമ പറയുന്നത്. അവനവനോട് തന്നെ മത്സരിക്കുകയും അവനോട് തന്നെ കലഹിക്കുകയും അവനവനെ തോൽപ്പിക്കുകയും ചെയ്ത് ജയിച്ചു മുന്നേറാനാണ് നമ്മുടെ സിനിമ പറയുന്നത്. തീർച്ചയായും. ഓക്കെ, എന്തായാലും അങ്ങനെ തന്നെ അവിടെ ആൾക്കാരെല്ലാം ഇത് ഏറ്റെടുക്കട്ടെ. അതിന് മുമ്പ് നമ്മള് കാര്യത്തിൽ നിന്ന് സ്കിപ്പായി പോകുന്നു. സീറ്റിട്ടൊരു പാട്ടിരിപ്പുണ്ട്, സ്വർണ്ണമുഖിലെ. ഇപ്പൊ ട്രെൻഡ് ആയിരിക്കുന്നത് സ്വർണ്ണമുഖിലെ പാട്ടുമായി രംഗത്തെത്തുന്നു ഞങ്ങളുടെ സ്വന്തം ധന്യമോളെയും കൊണ്ട് എല്ലാവർക്കും കൂടെ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഏതൊരു മേഖലയും നമ്മൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണമെന്നാണ് ഞാൻ സ്വയം ഞാനൊരു കാര്യം കൂടി പറയാൻ പോകുന്നത്. ഒറ്റ കാര്യം, ആ പാട്ട് പാടിയ സൗണ്ട് കേട്ടിട്ടാണ് ആഴക്കടലിന്റെ പറഞ്ഞ ആ ലൈനില് ഒരു രണ്ടുപേരും പാടാവും. ജാൻമണിയുടെ സ്വർണ്ണമുഖിലിനെ എന്റെ ഗുരുവാണ് ശരിക്കും പറഞ്ഞാല്. സത്യം പറഞ്ഞാല് പുള്ളിക്കാരത്തി നന്നായിട്ട് പാടുന്നുണ്ട്, അറിയുന്ന രീതിയിൽ ഇവിടെ വന്ന് പഠിച്ച് പാടും. ആസാമിലുള്ള ഒരാള് ഇവിടെ വന്ന് മലയാളം പാട്ട് ഇതേപോലെ പാടുന്നെങ്കിൽ നമ്മൾ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് പലരും എന്താ പറയാ പറയാൻ അറിയില്ല ശരിക്കും പാടാനൊന്നും. ഓക്കെ, അപ്പൊ വീണ്ടും ഞങ്ങളുടെ സ്വീറ്റി ആഴക്കടലിന്റെ ഗാനവുമായി രംഗത്തേക്ക്. ഓക്കെ, ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ ഒട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലായി എണ്ണയൊഴിച്ചുകൊണ്ടെത്ര നാൾ കാത്തിരുന്നു ഞാൻ ഇരുട്ടിൽ ഇന്നെന്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ. എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും സാധാരണ ഒരു ഫാമിലിയിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. സത്യം പറഞ്ഞാല് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അറിവൊന്നും ഇല്ലായിരുന്നു അവർക്കാർക്കും എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊന്നും. പക്ഷേ നൗ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കാവുന്നതിൻ്റെ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫിഷർമാൻ, ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു വ്യക്തിയായിട്ട് അവർക്ക് അറിയില്ല ജെൻഡർ എന്താണ്, ട്രാൻസ്ജെൻഡർ എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളല്ല. അപ്പം അതുകൊണ്ട്
ഭയങ്കരമായിട്ടും ഇമോഷണൽ ആയിരുന്നു. അവർക്ക് ഇത് എന്താണ് ഇവൻ പെണ്ണിനെ പോലെ നടക്കുന്നു, എന്താ ഉദ്ദേശം ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡ് ആയപ്പോൾ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയി. അവരുടെ അറിവ് കുറവുകൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ അവരുടെ മുമ്പിൽ എന്നെ അഭിമാനത്തോടെ എൻ്റെ കൈക്ക് അപ്പച്ചനും അമ്മച്ചിയും പിടിച്ച് നടക്കുകയാണ്. അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടും അഭിമാനത്തോടെ തന്നെ പാടിയത്. നമ്മൾ ചാന്തകൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു വലിയൊരു മിറാക്കിൾ തന്നെയാണ് എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാട്ടിന്റെ സമയത്ത് എൻ്റെ അപ്പച്ചനെ അമ്മച്ചിനെ ഞാൻ ഓർക്കുകയാണ് സത്യം പറഞ്ഞാൽ. സന്തോഷം. അതും എന്നെ ഇഷ്ടപ്പെട്ട എന്റെ ക്രൂവിന്റെ മുമ്പിൽ ബട്ടർഫ്ലൈ 85ന്റെ മുമ്പിൽ. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് ഈ 6-ാം തീയതി. അപ്പോ പടം 1 ഹിറ്റ് ആവട്ടെ. ലോകം മൊത്തം ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഇതിലുള്ള എല്ലാവരും ഈ സിനിമ വഴി ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്നതായിരിക്കും. വലിയൊരു മെസ്സേജ് ആ സിനിമയിലൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്. അപ്പൊ March 6 മറക്കണ്ട, നമ്മള് ബട്ടർഫ്ലൈ 85 പോയിട്ട് അവിടെ പോയി കാണണം. തിയേറ്റർ